ഹലോ ഗായ്സ്, ഇന്നലെ പവർ കട്ടിൻ്റെ സമയത്ത് ചൂടെടുത്ത് ഇടങ്ങേറായപ്പോൾ പെട്ടെന്നൊരു ചിന്ത, വാഴ 2 പോയാലോ. പെട്ടെന്ന് ഗൂഗിൾ എടുത്തുകൊണ്ട് സെർച്ച് ചെയ്തു, എവിടെ ആ സമയത്ത് ഷോ ഉള്ളതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ മല്ലിക പ്ലക്സിൽ 10:30 ഷോ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ മല്ലിക പ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തിയാണ്ട് വാഴ 2 ടിക്കറ്റ് വെച്ചപ്പോൾ അവർ പറഞ്ഞു പടം തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 10:30 ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ എവിടെ മല്ലിക പ്ലക്സിലാന്ന് നോക്കി, നമുക്ക് 1-2 തിയേറ്ററുണ്ട്, നിങ്ങൾ എവിടെ നോക്കിയെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് എന്തോ ഒരു അമളി പറ്റിയെന്ന് മനസ്സിലായി. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ടത് കോഴിക്കോടുള്ള മല്ലിക പ്ലക്സിലാണ് നമ്മൾ 10:30 ഷോ കണ്ടത്. ആഹാ, മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്താൻ നടക്കില്ലല്ലോ. അപ്പോൾ വിഷണ്ണരായിട്ട് നമ്മളിങ്ങനെ ഇരുന്നു. പക്ഷെ അതിനകത്ത് വേറൊരു അമളിയും കൂടി പറ്റേണ്ടതായിരുന്നു. നമ്മൾ 10:30 ഷോ തുടങ്ങിയപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ സമയം ഉണ്ടാവില്ല വിചാരിച്ചാണ് ഓൺലൈനിൽ തന്നെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടി നിന്നു. ആഹാ, അടിപൊളി, എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല വിറ്റായിട്ടുണ്ടാവും അത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നേരെ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു. പിന്നെ എണ്ണ അടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ ഭയങ്കര റഷാണ് പമ്പിൽ. ഇപ്പോൾ റഷ്, അതിനൊരു ഭയങ്കര സൗണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ 150 റുപ്യക്ക് എണ്ണ അടിച്ചു. അപ്പോൾ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി കാർഡ് കൊടുത്തോണം. അപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് കിട്ടാതിരിക്കുക, കഴിഞ്ഞ് പിൻ നമ്പർ തെറ്റിപ്പോവുക എന്താ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പമ്പിലെ ആൾ ചാവി ഊരി. ഇത് ഇയാളെ ഈഗോ ഹെർട്ട് ചെയ്തു. എന്നിട്ട് ഇയാൾ ഈ പമ്പിലുള്ള ഈ ചെക്കൻ്റെ ചള്ളക്കടിച്ചു. റീസൺ എന്താ? ഇവൻ്റെ ചാവി ഊരിയത്. അതായത് ആർക്കും ആരുടെയും ചള്ളക്കടിക്കാനുള്ള അവകാശമില്ല. ഓക്കെ, അത് വേറെ കാര്യം. സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് പമ്പ് കയറി നമ്മളൊരു എണ്ണ അടിച്ച പമ്പിൽ നല്ല ഏത് സ്ഥാപനത്തിൽ കയറി അവിടുത്തെ ഒരു സർവീസ് വാങ്ങി ആ പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരത് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ അത് പേയ്മെൻറ്റ് നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറയും. ഓക്കെ, എന്നിട്ട് അതിന് പറഞ്ഞാൽ എൻ്റെ വണ്ടിൻ്റെ ചാവിമ്മ അല്ല, എൻ്റെ വണ്ടിമ്മ തൊടാൻ ചായോ, എൻ്റെ ചാവി ഓഫാക്കാൻ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളുടെ ചെള്ളക്ക് ചുമ്മാ അടിക്കുക. ഇങ്ങനത്തെ സീനുകളൊക്കെ കണ്ടാൽ ഒരുപാട് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ പമ്പിൽ CCTV ഉണ്ടോ നോക്കുക, അധികാരികളെ പിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. പിന്നെ അവിടെ ആരൊക്കെയോ തീർന്നുകൊണ്ട് ഒത്തുതീർപ്പാക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങോട്ട് അതിൻ്റെ അടിയിൽ പറയണ്ടേ, ഈ ചെക്കൻ നോർത്ത് നിന്നോ വന്ന ചെക്കനാണ്. എന്നിട്ട് ഇവനോട് പറയണ്ട, എൻ്റെ മൊയിലാളിനെ കാണട്ടെ, നിങ്ങളൊക്കെ അവിടെ പണിക്ക് വെച്ച ആൾക്കാരെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് ഇവർക്കൊക്കെ ബേസിക് ആയിട്ടുള്ള റേറ്റ്സ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ അങ്ങോട്ട് അതിനകത്ത് പറയണ്ട, ഇവിടെ മലപ്പുറത്ത് നിന്ന് ആരെങ്കിലും 150 റുപ്യക്ക് എണ്ണ അടിച്ചുകൊണ്ട് പൈസ അടക്കാതെ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ടോടാ? എനിക്ക് അവിടെ മലപ്പുറത്തിന് ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവൻ്റെ ചള്ളക്കടിച്ചു. ഒരു അവകാശവും ഇല്ലാത്ത സാധനമാണ്. എന്നിട്ട് അതിലേക്ക് മലപ്പുറത്താർ ആരെങ്കിലും എണ്ണ അടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോവില്ല എന്നുള്ളത് ഓക്കെ. അതേപോലെ മലപ്പുറത്ത് ഒരാൾ സർവീസ് ചെയ്തിട്ട് പൈസ കൊടുക്കാത്തപ്പം അത് ചോദിക്കുമ്പോൾ ചള്ളക്കടിക്കുക എന്നുള്ളതും മലപ്പുറത്താരെ സ്വഭാവം അല്ലാന്ന് കൂട്ടിക്കോ. അങ്ങനത്തെ സ്വഭാവം കാണിച്ചുകൊണ്ട് മലപ്പുറത്താരങ്ങനെ ചെയ്യോടാ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് വളരെ മേച്ചമായിട്ടുള്ളൊരു പ്രവൃത്തിയായി പോയി. എനിക്ക് ഒരു പൗരൻ എന്നുള്ള നിലക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ചെക്കന് അവൻ്റെ ബേസിക് ആയിട്ടുള്ള റേറ്റ് അവൻ്റെ ഡിഗ്നിറ്റീനൊക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ളൊരു വിഷമം പങ്കുവെക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.